സോ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് 1964 സൈക്ലോണിൽ ഗോസ്റ്റ്. എന്തുകൊണ്ടാണ് ധനുഷ്കോടിനെ ഗോസ്റ്റ് ടൗൺ എന്ന് വിളിക്കുന്നത് വെച്ചാൽ ആ ഒരു ഡിസാസ്റ്ററിന് ശേഷം ഗവൺമെൻറ് ധനുഷ്കോടി അവിടെ താമസിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു അൺഫിറ്റ് ചെയ്തു. സോ അവിടെ യൂഷ്വലി അവിടുത്തെ ഹൗസ്, ചേർച്ച്, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് എല്ലാം ഒരു സ്ട്രക്ചേർഡ് ആയിരിക്കുന്നത് ഒരു ഗോസ്റ്റ് ടൗൺ പോലെയാണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഗോസ്റ്റ് ടൗൺ എന്ന് വിളിക്കുന്നത്. സോ അവിടുത്തെ ഒരു ചേച്ചി നമുക്ക് മെമ്മറീസ് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. ஓகே இந்த கடலுக்குள்ள இந்தியன் ஓஷன் கடலுக்குள்ள 3 கிலோமீட்டர் ஃபுல்லா உள்ளே போயிட்டு சிட்டி ஃபுல்லா மூழ்கி போயிட்டு அதே மாதிரி அந்த சைடு மூழ்கி போச்சு. இப்போ இருக்கிறது ஒன்லி ரயில்வே ஜங்ஷன் மட்டும்தான் இருக்கும் ഇവിടെ இருக்கிறது. இந்த சர்ச்சு, போஸ்ட் ஆஃபீஸ், காலேஜ், மர கோயில், டெம்பிள் ஃபுல்லா ராமர் கோயில் எல்லாமே തണ്ണിക്കുള്ള പോയി. പിന്നെ ഇവിടെ ആ ഒരു രാമൻ എന്തോ ഒരു ராமர் கோயிலெல்லாம் தண்ணி அந்த 2 கடலும் ஜாயிண்ட் ஆகுதுல அரிச்சல் மரம். அங்க ராம் சேது, ராமர் பாலம் അതന്നെ இருக்கு. கடலுக்கடியில இருக்கு. கடலுக்கடியிலே ஓகே. அது தெரியாது, ஆனா கடலுக்கடியில இருக்கு ராமர் பாலம். அதுல இருந்து ஸ்ரீலங்கா வரையிலும் 18 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ പറ്റും. 18 കിലോമീറ്റർ പാലം. നിങ്ങൾ ഇവിടുത്തെ തന്നെയാ അതോ വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്നാ? நான் இங்க இந்த ஊர் தான். ഇങ്ങൂർ. 40 வருஷமா இந்த ஊர்ல தான் இருக்கோம். ஓகே ஓகே. அப்போ முன்னாடி புயலுக்கு முன்னாடி எங்க அப்பா அம்மா எல்லாரும் இந்த ஊர்ல தாமசித்தாங்க. ஓகே. அப்போ புயல்ல அவங்க எல்லாம் தப்பிச்சு ராமேஸ்வரம் போய் தங்கி இருக்கு. ஓகே ஓகே சரி. அந்த வம்சாவளி தான் இப்போ இங்க இருக்கிறவங்க அனைத்து பேருமே புயலுக்கு முன்னாடி இருந்தவங்க தான். അവരുടെയൊക്കെ വംശം ബാക്കിയുള്ളവരെ வேற யாருமே வந்து தங்க முடியாது, இருக்க முடியாது. எல்லாருமே மீன் பிடிக்கிறவங்க தான். மீன் பிடிக்கிறவங்க. ഓക്കെ ഓക്കെ. താങ്ക് യു ചേച്ചി. അങ്ങനെ നമ്മൾ അവർ പറഞ്ഞ കഥകളൊക്കെ കേട്ടു. ഇവിടുത്തെ ഓരോ ഷോപ്സിലും കാണുന്ന ഓരോ സാധനങ്ങൾ എന്ത് ക്യൂട്ടെന്നൊരു ഫുൾ ഷെല്ലിലൊക്കെ ഉണ്ടാക്കിയതാണ്. സോ നമ്മൾ ഈ ഒരു ചേർച്ച് കഴിഞ്ഞ് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞ് നമുക്കൊരു ബീച്ച് കാണാൻ പറ്റും. അവിടെ നമ്മൾ ഇറങ്ങിയില്ല, ഭയങ്കര വെയിലായിരുന്നു നമ്മൾ പോയ സമയത്ത്. അതുകൊണ്ട് നമ്മൾ ഇറങ്ങില്ല. ഇവിടെ നമുക്ക് ആ സൈക്ലോണിൻ്റെ റിയലി എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ കുറേ ഹോസ്പിറ്റൽസും സ്കൂള്, കുറേ ബാരക്സ് അവശിഷ്ടങ്ങളൊക്കെ എത്രമാത്രം ഇതൊക്കെ അതുപോലെ. ഈ കാണുന്നതാണ് ഇപ്പോഴത്തെ ലൈറ്റ് ഹൗസ്. നമുക്ക് അവിടെ ഒരു ഇത് കാണാൻ പറ്റും. അതുപോലെ കംപ്ലീറ്റ്ലി ആ സൈക്ലോൺ കാരണം ഇവിടെ ഒരുപാട് നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. സ്കൂളും കോളേജും പോസ്റ്റ് ഓഫീസും അങ്ങനെ എല്ലാം തികഞ്ഞ് ആക്ച്വലി ഒരു ചെറിയൊരു ഗ്രാമമായിരുന്നു ഈ ഒരു പ്ലേസ്. എനിക്കറിയില്ല ഇവിടുത്തെ ആക്ച്വലി ഇവിടുത്തെ സീൻ്റെ കളർ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു എന്ത് കളർ എന്നാ പറയാം, ഒരു സ്കൈ ബ്ലൂ കളർ, നല്ല പെർഫെക്റ്റ്ലി ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് ഇവിടുത്തെ സീക്കുള്ളത്. എന്തെങ്കിലും ധനുഷ്കോടിയൊക്കെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ചേച്ചീൻ്റെ ഷോപ്പിൽ എന്തായാലും കയറണം, സാധനമൊക്കെ മേടിക്കണം കേട്ടോ. താങ്ക് യു. അങ്ങനെ നമ്മൾ അവിടുന്ന് പർച്ചേസൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഫൈനലി നമ്മൾ ധനുഷ്കോടി ഇന്ന് വിടും. ബാക്ക് ടു നമുക്ക് നെക്സ്റ്റ് സ്റ്റേ വരുന്നത് മധുരയിലാണ്. സോ അപ്പോൾ അവിടെയാണ് നമ്മുടെ 3rd ഡേ ആക്ച്വലി പോകുന്നത്. ഞാൻ തട്ടിമറയത്തിൽ കണ്ടൊരു പ്ലേസ്, ലാസ്റ്റത്തെ അവർ രണ്ടാളും കൂടി ഇരിക്കുന്ന അങ്ങനെ ഒരു പ്ലേസാണ് കണ്ടത്. ഭയങ്കര ഭംഗി. ഇനി കുറച്ച് എൻ്റെ പ്രഹസനം കാണാം. നമുക്ക് കുറച്ച് സ്ലോ മോഷൻ ഇട്ടും കളിക്കാം ഗൈസ്. നല്ല രസമുള്ള പ്ലേസ്, ചുറ്റും കടൽ, നടുക്കൊരു വാക്ക് വേ, അടിപൊളിയായിരുന്നു. ജോബിന് പേടിയായതുകൊണ്ട് ജോബ് അറ്റത്തേക്കൊന്നും വന്നില്ല. ഞാനാണെങ്കിലും അറ്റത്തുനിന്ന് മാറത്തേയില്ല. ഇനി എങ്ങാനും ഞാനിങ്ങനെ കൈ പൊന്തിക്കുമ്പോൾ വെള്ളം വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ വെള്ളം വന്നില്ല ഗൈസ്. അവിടെ ഞാൻ പോയി. ജോബ് ഇങ്ങനെ ഈ അറ്റത്തുനിന്നും മാറ്റത്തുനിന്നും ഇട്ട് നോക്കല്ലാതെ അതിൻ്റെ തൊട്ടടുത്ത് പോലും ഒന്ന് വന്ന് ഫോട്ടോ എടുക്കാൻ അവനെ വിളിച്ചപ്പോൾ അവൻ. ബട്ട് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു ധനുഷ്കോടി. അത്രയും ബ്യൂട്ടിഫുൾ പ്ലേസ് പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ പ്ലേസ്. അവിടെ നിന്ന് തിരിച്ച് പോരാനേ ഉണ്ടായിരുന്നു. ബേസിക്കലി എനിക്ക് കടലെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളതെല്ലാം കണ്ട് തിരിച്ചു പോകുമ്പോഴാണ് ഇത് കണ്ടത്. എന്തോ ഒരു മീൻ അവരിങ്ങനെ റോഡിൽ ഉണക്ക മീനാണ്
സോ എല്ലാം കഴിഞ്ഞ് നമ്മൾ ലൈക്ക് ബാക്ക് തിരിച്ചു. എനിക്ക് തിരിച്ചു വരുമ്പോൾ വളരെ വിഷമമായിരുന്നു. എനിക്ക് തിരിച്ചു വരാനേ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനിയും ഞാൻ എപ്പോഴെങ്കിലും ഒരു ചാൻസ് ഇട്ട് എന്നെ ഒന്നും കൂടി ധനുഷ്കോടിക്ക് എന്തായാലും ധനുഷ്കോടി മാത്രം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ. ബൈ.